അസ്സലാമു അലൈക്കും. അമ്പക്കൊന്ന് കോയക്കയാണ്. അള്ളാഹുവിനെയും അവന്റെ നിയമവിധികളെയും സൂക്ഷിക്കുക. തനിക്ക് സന്മാർഗം വ്യക്തമായതിനു ശേഷം ആരെങ്കിലും ദൂതനോട് എതിർത്ത് അഥവാ ദൈവദൂതനെ ധിക്കരിച്ചു നിൽക്കുകയും അള്ളാഹുവിന്റെ സന്മാർഗ പാത വിട്ട് സത്യവിശ്വാസികളുടെ വഴിയല്ലാത്തതിനെ പിന്തുടരുകയും ചെയ്താൽ അവൻ തിരിഞ്ഞ ഭാഗത്തേക്ക് തന്നെ അവനെ തിരിക്കും, അവനെ നരകത്തിലിട്ട് കത്തിക്കുകയും ചെയ്യും. സൂറത്തു നിസായി 115. കർമ്മങ്ങൾ ഏറ്റവും നഷ്ടമായി തീർന്നവരെ സംബന്ധിച്ച് നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അതായത് ഐഹിക ജീവിതത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ പിഴച്ചുപോയവർ, അവരാകട്ടെ തങ്ങൾ നല്ലതാണ് ചെയ്യുന്നതെന്ന് അവർ കരുതുകയും ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫ് 104. നമ്മുടെ പുണ്യസ്ഥലങ്ങൾ നിലകൊള്ളുന്ന രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ പലതും നമുക്ക് വളരെയേറെ ആശങ്കയുളവാക്കുന്നു. 3 ഹറമുകളാണ് നമുക്കുള്ളത്. ആ ഹറമുകൾ നിൽക്കുന്ന നാടുകളിൽ ഇസ്ലാം അക്ഷരാർത്ഥത്തിൽ അതേപടി നിലനിൽക്കണം എന്നതാണ് നമ്മുടെ ആഗ്രഹം. കാരണം അവ ഇസ്ലാമിന്റെ ഉത്ഭവ കേന്ദ്രങ്ങളാണ്. ലോക മുസ്ലിമീങ്ങൾ ഉദാത്ത മാതൃകയ്ക്കായി അങ്ങോട്ട് ഉറ്റുനോക്കുന്നു. അവിടെ പരിശുദ്ധ ഇസ്ലാമും അത് ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മികതയും തകർന്നാൽ ലോകത്തെങ്ങുമുള്ള സാധാരണക്കാരായ പലകോടി മുസ്ലിമീങ്ങളെ അത് സാരമായി ബാധിക്കും. അതിനാൽ അല്ലാഹുവേ, ഞങ്ങളുടെ 3 ഹറമുകളുടെയും ഭരണാധികാരികൾക്ക് നീ ഈമാനും ഹിദായത്തും നൽകണമേ അല്ലാഹുവേ, അവരുടെ ഹൃദയങ്ങളെ നീ തിരുപ്പതിപ്പെടുന്ന പരിശുദ്ധ ദീനിലേക്ക് നയിക്കണമേ അനേക നൂറ്റാണ്ടുകളായി ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിൽ വരുത്താൻ ഒരളവോളം പരിശ്രമിക്കുകയും പലതിലും ഗുണകരമായ വിജയം കാണുകയും ചെയ്ത നാടുകളായിരുന്നു അറബ് നാടുകൾ. വിശുദ്ധ ഹറമുകളുടെ കാവൽക്കാരെന്ന് അവകാശപ്പെടുന്ന ഭരണാധികാരികളും ഒപ്പം കൊട്ടാര മുഫ്തിമാരും ലോക മുസ്ലിമീങ്ങൾക്ക് പുതുതായി നൽകുന്ന വാർത്തകളിൽ കേൾക്കുന്ന അവിടുത്തെ പല വിധേനയുള്ള സ്ഥിതിഗതികളിൽ ചിലത് ഏകകരവും ആശങ്കാജനകവുമായ ഒരു തലത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകളാണോ എന്ന് തോന്നുന്നു. മുസ്ലിം നാടുകളിൽ 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് 5 നേരവും ബാങ്ക് കൊടുക്കണം. അതിന് ഓരോ മസ്ജിദിലും ഒരു മുക്രി വേണം. അങ്ങനെ 100 മസ്ജിദ് ഉണ്ടായാൽ 100 മുക്രിയും വേണം. ബാങ്ക് റെക്കോർഡ് ചെയ്ത് വോയിസ് ആക്കി റേഡിയോ വഴിയോ മറ്റോ ഒരു സംപ്രേഷണം ചെയ്താൽ 100, 1000, 10,000 മസ്ജിദുകൾക്ക് ഒരേ മുക്രി മതി. എത്ര ലാഭകരം! ആകാശഭൂമികളിലും അതിനപ്പുറവും അള്ളാഹുവിന്റെ നാമങ്ങളാൽ അനുഗ്രഹം നിറയുന്ന ബാങ്ക് വിളിച്ചിരുന്നവരും പള്ളി പരിപാലനവും നടത്തിയിരുന്നവരുമായ എത്രയോ പേരുടെ അള്ളാഹു നിർബന്ധിപ്പെടുന്ന ജോലികൾ ഇതോടെ നഷ്ടപ്പെടും. കൂട്ടുകുടുംബങ്ങളും കുഞ്ഞുമക്കളുമായി മാനമായി ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് അവരുടെ ജോലി ഇല്ലാതാവും. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഇസ്ലാമിക നിയമവിധികൾ ഓരോന്നും ആ വിശുദ്ധ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോകുന്നുണ്ടോ എന്ന തോന്നൽ വർദ്ധിക്കുന്നു. ഈ വാർത്തകൾ ഓരോന്നും സൂക്ഷ്മമായി വിലയിരുത്തുന്നവർക്ക് ആ വിശുദ്ധ ഭൂമിയിൽ നിന്ന് അള്ളാഹു തിരുപ്പതിപ്പെടുന്ന സത്യദീൻ അകന്നകന്ന് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഹറം ഷരീഫിൽ മുമ്പ് മുസ്ലിം അല്ലാത്തവർക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ബോർഡ് ഒഴിവാക്കി എന്ന് കേൾക്കുന്നു. അള്ളാഹുവിലും അവന്റെ വിശുദ്ധ ഖുർആനിലും പ്രവാചകന്മാരിലും വിശ്വസിക്കുന്ന ലോക മുസ്ലിം സമൂഹത്തോട് അള്ളാഹു പറയുന്നു, മനുഷ്യർ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനം മക്കയിലുള്ളത് തന്നെയാണ്. 6 ഇമ്രാൻ 96. ഹറം ഷരീഫിന്റെ പവിത്രത ലംഘിക്കാത്ത വിധം സന്ദർശകർക്ക് ഹറം ഷരീഫ് സന്ദർശിക്കാം. ഇത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയോ അവരിൽ നിന്നുള്ള വരുമാനങ്ങൾക്ക് വേണ്ടിയോ അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയോ ആയാലും ഇസ്ലാമിക നിയമങ്ങളുടെ പവിത്രത ലംഘിക്കാത്ത വിധം സൂക്ഷിക്കാൻ അവരുടെ ഭരണാധികാരികൾ ബാധ്യസ്ഥരാണ്. ജുമാ ദിവസം ജുമാക്കായി ബാങ്ക് കൊടുത്താൽ ജുമ നമസ്കാരം കഴിയുന്നത് വരെ കച്ചവടം നിർത്തിവെക്കണമെന്നാണ് വിശുദ്ധ ഖുർആനും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നിർദ്ദേശിക്കുന്നത്. വിശുദ്ധ നാടുകളിൽ അത് എല്ലാ വകുപ്പിലും മതപരമായ ഒരു നിയമമായി നടപ്പാക്കുകയും വളരെ കാലം ആ പതി തുടരുകയും ചെയ്തു. ഇത് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഉത്തമമാർ എന്ന ഒരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു. നമസ്കാരം നടക്കുന്ന സമയത്ത് കടകൾ അടക്കാത്തവർക്ക് പാലിച്ച തുക പിഴയൊടുക്കേണ്ടി വരുമായിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോഴും നമസ്കാരം നടത്തുമ്പോഴും കച്ചവടം നിർത്തേണ്ടതില്ല, കട അടക്കേണ്ടതില്ല. നമസ്കാരമോ അവരുടെ സൗകര്യം പോലെ നമസ്കരിക്കാം. പല മുസ്ലിം നാടുകളിലും ബാങ്ക് അതാത് പള്ളികളിൽ നിന്നു നേരിട്ട് കൊടുക്കുകയല്ല, തലസ്ഥാനത്ത് നിന്ന് റേഡിയോ വഴി റിലേ ചെയ്യുകയാണ്. പള്ളികളിൽ ഇതിനായി ഫിറ്റ് ചെയ്ത റിസീവറിൽ നിന്ന് അവിടുത്തെ സ്പീക്കറിലൂടെ ഇത് പുനഃസംപ്രേഷണം ചെയ്തു പോരുന്നു. ഇനി മുതൽ ലോകത്തിനാകെ 2 ബാങ്കും ഒരു മുക്രിയും മതി എന്ന അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? സുബഹിക്ക് ഒരു ബാങ്കും ബാക്കി 4 നേരത്തേക്ക് മറ്റൊരു ബാങ്കും, ഇതിന്റെ റെക്കോർഡ് പ്ലേ ചെയ്യിക്കാൻ ഒരു മുക്രിയും, പള്ളികളിൽ നിന്നുള്ള ഖുർആൻ പാരായണവും ഈ ഗണത്തിലേക്ക് മാറ്റപ്പെട്ടതായി കേൾക്കുന്നു. ഖുർആൻ ഓതുന്നതിന് കുഴപ്പമില്ല, ഒച്ചപ്പുറത്ത് കേൾക്കരുത്. പേരിന് മാത്രം ഇസ്ലാമാണെന്ന് അവകാശപ്പെടുന്ന അവർക്ക് ഇസ്ലാമിന്റെ നിയമവിധികൾ തന്നെ എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക? ഇനിമേൽ മുത്തവ്വമാരെ ഭയപ്പെടാതെ കടക്കമ്പോളങ്ങൾ നമസ്കാര സമയത്തും ജുമാ സമയത്തുമൊക്കെ തുറക്കാം എന്നതിന്റെ ഭാഗ്യാണത്. കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് സൗകര്യമനുസരിച്ച് നമസ്കരിച്ചാൽ മതി എന്നതാണ് പുതിയ നിയമവ്യവസ്ഥകൾ എന്ന് കേൾക്കുന്നു. പണ്ഡിതന്മാർ എവിടെയും കൊട്ടാരത്തിന്റെ ചൊല്ലിലും ചെലവിലുമായതിനാൽ കൊട്ടാരത്തിലെ ശാസനകൾക്കാണ് ഇസ്ലാമിന്റെ ശാസനകളെക്കാൾ മുൻതൂക്കം നൽകേണ്ടത് എന്നത് ആദ്യമായി തിരിച്ചറിയുന്നതും അവർ തന്നെയായിരിക്കണമല്ലോ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മുമ്പ് സ്കൂളുകളും മദ്രസകളുമെല്ലാം വേറെ വേറെയായിരുന്നു എന്ന് കേട്ടിരുന്നു. ഇപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ സ്കൂളും ഒരേ മദ്രസയിലും പഠിക്കാമെന്നായി എന്നും കേൾക്കുന്നു. അതുപോലെ മുമ്പ് അവിടുത്തെ ഓർഡറുകൾക്ക് 2 കവാടങ്ങൾ ഉണ്ടാവുക നിർബന്ധമായിരുന്നു. ഒന്ന് സ്ത്രീകൾക്കും മറ്റൊന്ന് പുരുഷന്മാർക്കും. ഇപ്പോൾ അതും നിർബന്ധമല്ലാതായി എന്നും കേൾക്കുന്നു. സ്ത്രീകൾക്കൊന്നും മുമ്പിൽ ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുമായിരുന്നില്ല. അവർക്ക് സ്വന്തമായി വാഹനം ഓടിക്കാൻ പാടില്ലായിരുന്നു. ഇന്ന് നിശാ ക്ലബുകളിലേക്കും ഡാൻസ് ബാറുകളിലേക്കും സിനിമാ കൊട്ടാരങ്ങളിലേക്കും ഭരണകൂടത്തിന്റെ ശ്രദ്ധ തിരിഞ്ഞപ്പോൾ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനിവാര്യമായി എന്നാണ് തോന്നുന്നത്. വിശുദ്ധ നാടുകൾ തങ്ങളുടെ പുരോഗതിക്ക് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നവും അവരുടെ ഏറ്റവും വലിയ തൊന്തരവുകളും ഇസ്ലാമിന്റെ നിയമവിധി വ്യവസ്ഥകൾ ആണെന്ന് തോന്നുന്നുവോ? മുസ്ലിം നാടുകൾ 6ാം നൂറ്റാണ്ടിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോകുകയാണോ എന്ന് തോന്നുന്നു. മുസ്ലിങ്ങളുടെ ആത്മീയ കേന്ദ്രങ്ങളായ വിശുദ്ധ ഹറമുകൾ ഉൾക്കൊള്ളുന്ന രാജ്യം എന്നത് ഇനി നല്ല വരുമാനം നേടിത്തരുന്ന പക്ക വിനോദ സഞ്ചാര കേന്ദ്രങ്ങളായി മാറുമോ? മുസ്ലിം ഭരണകൂടങ്ങൾ അവരുടെ പുരാതന സംസ്കാരത്തിലേക്കുമുള്ള തിരിച്ചു പോക്കിനുള്ള പുറപ്പാടിലാണോ? ഇസ്ലാമിന്റെ ഭരണകൂടങ്ങൾ ദീനിന്റെ നിയമവിധി വ്യവസ്ഥകൾ ഓരോന്നും ഗുഹയിലേക്ക് തന്നെ അകറ്റിക്കളയുകയാണോ? കാരുണ്യം നിറഞ്ഞ പരിശുദ്ധ ദീൻ ഭരണകൂടത്തിലോ രഹസ്യ കാര്യങ്ങളിലോ തൊടുവിക്കില്ല എന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് തോന്നുന്നു. അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും ഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും അന്ത്യദിനത്തിലും കബറിലും വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസികളും അവരുടെ ആത്മീയ കേന്ദ്രം നാമാവിശേഷമാകാതിരിക്കാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥതയോടെ ദുആ ചെയ്യുക. മുസ്ലിം ഭരണകൂടങ്ങൾ പശ്ചാത്യരുടെ സൗകര്യാർത്ഥം അർദ്ധനഗ്നരോ പൂർണ്ണ നഗ്നരോ ആയി
സ്വൈരവിഹാരം നടത്താൻ പ്രത്യേക ബീച്ചുകൾ വരെ സജ്ജമാക്കി റിസർവ് ചെയ്തു വരുന്നുണ്ടെന്ന് കേൾക്കുന്നു. നമ്മുടെ വിശുദ്ധ നാടുകളിലൊക്കെ ലണ്ടനും പാരീസും പോലെ ആക്കണമെന്നാണോ മുസ്ലിം ഭരണകൂടങ്ങൾ അഭിലഷിക്കുന്നത്? മുസ്ലിം സമൂഹത്തിന് അള്ളാഹു തിരുപ്പതിപ്പെടുന്ന എല്ലാവിധ പുരോഗതിയും വേണം. അള്ളാഹു തിരുപ്പതിപ്പെടുന്ന എല്ലാ സന്തോഷവും വേണം. മുസ്ലിം സമുദായം ഏകനായ അള്ളാഹുവിലും അവന്റെ ദൂതരിലും അവൻ ദൂതർക്ക് നൽകിയ ഖുർആനിലും വിശ്വസിക്കുന്നവരാണ്. ഖുർആനിലെ നിയമവിധി വ്യവസ്ഥകൾക്ക് അനുയോജ്യമല്ലാത്ത പതിശയുമായി ഇടകലർന്ന എല്ലാ പുരോഗതിയിൽ നിന്നും അല്ലാഹു നിഷിദ്ധമാക്കിയ എല്ലാ സന്തോഷത്തിൽ നിന്നും പിന്മാറാൻ പരിശ്രമിക്കേണ്ടവരാണ്. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ഏത് നിമിഷവും പിരിഞ്ഞു പോകേണ്ടവരാണെന്നും ശാശ്വതമായ പരലോക ജീവിതം ഉണ്ടെന്നും വിശ്വസിക്കുന്നവരാണ് മുസ്ലിം സമുദായം. അറിവും ബുദ്ധിയുമുള്ള വിശ്വാസികൾ അല്ലാഹുവിനെയും അന്ത്യദിനത്തെയും അഥവാ പുനരുദ്ധാന ദിനത്തിലെ വിചാരണയെയും ഭയപ്പെടുക. ഗ്രഹലോക ജീവിതത്തിൽ 2 തവണയില്ല. ഈ കാണുന്നതെല്ലാം ഈ കേൾക്കുന്നതെല്ലാം അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതായി വ്യാഖ്യാനിച്ചുകൊണ്ട് വലിയൊരു വിഭാഗം ഉലമാക്കൾ മൗനികളായി അവരും ഹറാമും ഹലാലും ഗൗനിക്കാതെ ജീവിതം നയിക്കുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ നിയമവിധി വ്യവസ്ഥകൾ സംരക്ഷിക്കാൻ പ്രതികരണ ശേഷി കാണിക്കാത്ത ഇസ്ലാമിക മതപണ്ഡിത സമൂഹമേ, സമ്പത്തിന്റെ ഒഴുക്ക് നിലക്കും എന്നോർത്ത് സത്യം പറയാൻ മടിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ മഹ്ശർ എന്ന മഹാകോടതിയിൽ ഹാജരായി മറുപടി പറയേണ്ട സന്ദർഭം വിദൂരമല്ലെന്ന് നിങ്ങൾ ഓർക്കുക. താങ്കൾ ചിന്തിച്ചു നോക്കുക. നാം അവർക്ക് കുറെ വർഷങ്ങളോളം സുഖം നൽകുകയും പിന്നീട് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരുന്ന ശിക്ഷ അവർക്ക് വന്നെത്തുകയും ചെയ്താൽ തങ്ങൾക്ക് നൽകപ്പെട്ടിരുന്ന സുഖം ആ ശിക്ഷയെ തടുക്കുന്നതിൽ അവർക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുമോ? ഒരിക്കലുമില്ല. സൂറത്തുൽ ശുഅറ 205, 206, 207 അല്ലാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും പ്രവാചകർക്ക് നൽകിയ ഖുർആനിലും ഖുർആനിന്റെ നിയമവിധി വ്യവസ്ഥകളിലും വിശ്വസിക്കുന്നവരും അന്ത്യദിനത്തെ അഥവാ പുനരുദ്ധാന ദിനത്തിലെ വിചാരണയിൽ ഭയപ്പെടുന്നവരാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെടുന്നവർ പല സംഘങ്ങളായി പിരിഞ്ഞു. ഇന്ന് നമ്മുടെ നാട്ടിലും മറ്റും ഓരോ സംഘടനകളും അവരവരുടെ സംഘടനകൾക്ക് ആവേശം കൂടിയപ്പോൾ ഇത് ഞങ്ങളുടെ സംഘടനയുടെ പള്ളിയാണ് എന്ന് ഓരോ സംഘടനകളും അവകാശപ്പെടുന്നതിന് മുമ്പ് ഓരോ പള്ളികളും അല്ലാഹുവിനുള്ളതായിരുന്നു. അതായിരുന്നു എല്ലാവരുടെയും പൊതുബോധം. അന്ന് വിശ്വാസികൾക്ക് ഏത് സമയവും ആരാധനയിൽ ഏർപ്പെടാനും അല്ലാഹുവിലേക്ക് അടുക്കാനുമുള്ള കേന്ദ്രങ്ങൾ പള്ളിയായിരുന്നു. ചിലർ സുന്നത്ത് നിസ്കാരങ്ങൾക്കും ചിലർ ഖുർആൻ പാരായണം ചെയ്യാനും മറ്റു ചിലർ ദിക്റുകൾ വർദ്ധിപ്പിക്കാനും ചിലർ ദീനീ വിഷയങ്ങളിൽ മറ്റു ഗ്രന്ഥങ്ങൾ നോക്കി അറിവ് നേടാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ചിലർ ഇഹ്തികാഫിരിക്കും. മുമ്പ് ചിലർ മൊല്ലാക്കമാരോടും ഹാലിമാരോടും പല നന്മ നിറഞ്ഞ കാര്യങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അന്ന് പാവികളും മോശാക്കളും ബുദ്ധിയില്ലാത്തവർ പോലും പള്ളിയുടെ അടുത്തുകൂടെ പോകുമായിരുന്നില്ല. എന്നാൽ ഓരോ ഇടത്തും സംഘടനാ പള്ളികൾ വർദ്ധിക്കും തോറും അള്ളാഹുവിന്റെ പള്ളി അല്ലാതെ ആയത് പോലെയായി ആളുകൾ അവരവർക്ക് തൃപ്തിപ്പെടുന്ന സ്വന്തം സംഘടനാ പള്ളികളിൽ വെള്ളിയാഴ്ച ജുമാക്കും മറ്റു നിസ്കാരങ്ങൾക്കും പോകുന്നു. സ്വന്തം സംഘടന പള്ളികളിൽ പോകാൻ നിവൃത്തിയില്ലാത്തപ്പോൾ മാത്രമേ മറ്റു ഇതര സംഘടന പള്ളികളിൽ പോവുകയുള്ളൂ. ഈ പ്രവണത വർദ്ധിച്ചതോടെ പള്ളികളോടുള്ള ആദരവും ഭയവും പോയി, അള്ളാഹുവിനോടുള്ള ഭക്തിയും കുറഞ്ഞു. ഇന്ന് ഭൂരിപക്ഷം പള്ളികളിലും പല കാരണങ്ങൾ പറഞ്ഞ് അതാത് സമയങ്ങളിൽ പള്ളി തുറക്കുകയും അപ്പോൾ നിസ്കരിക്കാൻ എത്തുന്നവർ കൂട്ടം കൂടുകയും നിസ്കാരം കഴിഞ്ഞാൽ പല പള്ളികൾ ശൂന്യമാകുന്നതായും ചില പള്ളികൾ അടഞ്ഞു കിടക്കുന്നതായും മാറിയിരിക്കുന്നു. മുമ്പ് മുസ്ലിം പള്ളികളിൽ CCTVയും മറ്റു സംവിധാനങ്ങളും ഇല്ലായിരുന്നു. ഇന്ന് പള്ളികളിൽ സൗകര്യങ്ങൾ വർദ്ധിക്കും തോറും പള്ളികൾക്ക് കൂടുതൽ ഭദ്രത വരുത്താനായി പള്ളികൾ പൂട്ടിയിടുന്നു. ഈ പള്ളികൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ വീടാവുക? ഇപ്പോൾ റമദാനിലെ ചില ദിവസങ്ങളിലും അവസാനത്തെ 10ലും ചടങ്ങിന് മാത്രമാണ് പള്ളികളിൽ സജീവമാവുന്നത്.
മറ്റു വേളയിലെല്ലാം ഓരോ സംഘടനകളും അവരവരുടെ ഓഫീസിൽ പോലെ പ്രവർത്തിക്കുന്നു. ഇന്ന് പള്ളികളിൽ എല്ലാ വൃത്തികേടുകളെയും കേന്ദ്രമായ മൊബൈൽ ഫോൺ ഇമാമും മുക്രിയും ഉൾപ്പെടെയുള്ളവർ പോലും മടിയില്ലാതെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പ്രത്യക്ഷമായി ചെയ്യുന്ന വൃത്തികേടുകൾ, പരോക്ഷമായി ചെയ്യുന്ന വൃത്തികേടുകൾ അല്ലാഹു അഅലം. എന്നാൽ ഇന്ന് മുമ്പത്തെ കാളേറെ ആളുകൾ പള്ളിയിൽ വരുന്നുണ്ട്. എല്ലാവരും അല്ലാഹുവിനെ ഭയന്നോ അതല്ല അവരവരുടെ സംഘടനകളെ ബോധ്യപ്പെടുത്താനോ ആ കാര്യത്തിൽ നാം ഇടപെടുന്നില്ല. മുആവിയ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മുമ്പുള്ള കിതാബിന്റെ അഹ്ലുകാർ അവർ 72 വിഭാഗം ആയി ഭിന്നിച്ചു. എന്റെ ഈ മില്ലത്ത് 73 വിഭാഗമായി. 72 വിഭാഗവും നരകത്തിലാണ്, ഒരു വിഭാഗം മാത്രം സ്വർഗത്തിലും. അവരാണ് ഞാനും എന്റെ സഹാബാക്കളും. ഏതിലാണോ ആ മാർഗം പിൻപറ്റിയവർ അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അല്ലാഹുവിലും അവന്റെ റസൂലിലും ഖുർആനിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെന്ന് അവകാശപ്പെടുന്നവരോട് ഈ വിഷയത്തിൽ സംസാരിച്ചപ്പോൾ അവർ ഖുർആനും ഹദീസും എടുത്ത് ഉദ്ധരിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ അവരുടെ സംഘടനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നന്മ നിറഞ്ഞ സംഘടന എന്ന് തോന്നും. മറ്റുള്ള സംഘടനക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ സംഘടനയാണ് മുമ്പ് സംസാരിച്ചതിനേക്കാൾ കൂടുതൽ നന്മ നിറഞ്ഞത് എന്ന് തോന്നിക്കും. അങ്ങനെ അല്ലാഹുവിലും പ്രവാചകന്മാരിലും ഖുർആനിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെന്ന് അവകാശപ്പെടുന്ന സംഘടനകൾ ലോകത്തിന്റെ നാനാഭാഗത്തും നൂറുകണക്കിനുണ്ട്. എത്ര സംഘടനയുണ്ടെന്ന് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്ത അത്രയും സംഘടനയുണ്ട്. അവരെല്ലാവരും നല്ലവരാണ്. നമ്മൾ ലോകത്തുള്ള ഒരു സംഘടനയെയും കുറ്റം പറയേണ്ടതില്ല. സർവ്വതും അല്ലാഹു സൂക്ഷ്മമായി കാണുന്നു, അല്ലാഹു സൂക്ഷ്മമായി കേൾക്കുന്നു. വഴക്കാക്കി എല്ലാവരോടും പറയാനുള്ളത്, സർവസ്തുതിയും ലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. പരമകാരുണ്യകനും കരുണാനിധിയുമായ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ശരിയായ മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കണമേ. അല്ലാഹുവും അവന്റെ ദൂതരും നിർദ്ദേശിച്ച മാർഗമാണ് ശരിയായ മാർഗം. അല്ലാഹുവേ, നീ തൃപ്തിപ്പെടുന്ന നിന്റെ സത്യമാർഗത്തിൽ നീ ഞങ്ങളെ നയിക്കണമേ അല്ലാ. ഓരോ വിശ്വാസിയും 5 നേരത്തെ വ്രത നിസ്കാരത്തിൽ ദിവസവും 17 പ്രാവശ്യം അല്ലാഹുവേ, നീ എന്നെ നേർമാർഗത്തിൽ വഴി നടത്തണമേ എന്ന് ദുആ ചെയ്യുന്നു. മറ്റു സുന്നത്ത് നിസ്കാരങ്ങളിലും ദുആ ചെയ്യുന്നതിന്റെ പിന്നിലും അല്ലാഹുവിനറിയാം പല സംഘടനകൾ ഉണ്ടാവുമെന്ന്. അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റി എന്ന് മനസ്സിലാകാത്ത സാധാരണക്കാർക്ക് ഏത് സംഘടനകളുടെ കൂടെ ചേർന്ന് ജീവിച്ചാലാണ് വിജയത്തിന്റെ പാതയിൽ എത്താൻ കഴിയുകയെന്ന് നിശ്ചയമില്ല. അല്ലാഹുവിന് മാത്രമാണ് യഥാർത്ഥ വിജയത്തിന്റെ വഴി നിശ്ചയമുള്ളത്. അതുകൊണ്ട് അല്ലാഹുവേ, നീ തന്നെ എന്നെ യഥാർത്ഥ സന്മാർഗ പാതയിൽ നയിക്കണമേ എന്ന പ്രാർത്ഥന അല്ലാഹു തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. അത് ഇന്നത്തെ പല പല സംഘടനകളുടെ വാദങ്ങളെ തന്നെ ഇല്ലാതാക്കി കളയുന്നു. അവർ തന്മാർഗിയായി അല്ലാഹുവിലേക്ക് ഏരിച്ച് മടങ്ങുകയും അവനോട് പൊറുക്കലിനെ തേടുകയും ചെയ്യുന്നില്ലേ. അല്ലാഹു പൊറുക്കുന്നവനും മഹാകാരുണ്യകനുമാകുന്നു. സൂറത്തുൽ മാഇദ 74. നന്മയും തിന്മയും തുല്യമാവുകയില്ല. ഏറ്റവും നല്ലത് കൊണ്ട് തിന്മയെ തടഞ്ഞു നിർത്തുക. സൂറത്ത് ഫുസിലത്ത് 34. ഇന്ന് ലോകത്തിന്റെ പല കോണുകളിലായി നാനാഭാഗത്തും ലക്ഷക്കണക്കിന് ഉലമാക്കളുണ്ട്. അവരിൽ വലിയൊരു വിഭാഗവും പലിശയുമായി ഇടകലർന്ന് ജീവിതം നയിക്കുന്നു. പലിശക്ക് കൊടുക്കുന്നതോ പലിശക്ക് വാങ്ങുന്നതോ ആയ വരുമാനം നമ്മൾ ഭക്ഷിക്കുന്നതും പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും ഖുർആൻ വിലക്കിയിട്ടുണ്ട്. പലിശ ഇടപാടുകൾ അല്ലാഹു തൃപ്തിപ്പെടാത്തതാണ് എന്ന് പോലും പറയാതെ പരിശുദ്ധ ദീനിന്റെ വിഷയത്തിൽ മൗനികളായ ഉലമാക്കളെ, നിങ്ങൾ അല്ലാഹുവിന്റെ മഹ്ശറ എന്ന മഹാകോടതിക്ക് മുമ്പിൽ വരില്ല എന്നാണോ കരുതുന്നത്? അതല്ല, അറിവുള്ള ഓരോ ആലിമും ഞങ്ങളുടെ ശൈഖന്മാരും മഹാന്മാരും അല്ലാഹുവിന്റെ മഹ്ശറ എന്ന മഹാകോടതിയിൽ
രക്ഷിക്കുമെന്നാണോ വിശ്വസിക്കുന്നത്? ഇൻഷാ അല്ലാഹ്. ബുദ്ധിയുള്ളവർ അള്ളാഹുവിനെയും അന്ത്യദിനത്തെയും അഥവാ പുനരുദ്ധാന ദിനത്തെയും ഭയപ്പെടുക. നിങ്ങളുടെ നാഥനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുകയും പിന്നീട് അവനിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുവീൻ. സൂറത്ത് ഹൂദ് 3. നല്ല കാര്യങ്ങളിലേക്ക് അന്യോന്യം മനുഷ്യരെ ക്ഷണിക്കുകയും നല്ല കാര്യങ്ങൾ ഉപദേശിക്കുകയും ചീത്തയായവൻ നിരോധിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന ഒരു ജനത നിങ്ങളിൽ ഉടലെടുക്കട്ടെ. അവരാണ് ഇഹപര ജീവിത വിജയം പ്രാപിച്ചവർ. സൂറത്തു ആലി ഇമ്രാൻ 104. സത്യവിശ്വാസിയായിക്കൊണ്ട് ആരെങ്കിലും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അത് പുരുഷനോ സ്ത്രീയോ ആകട്ടെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അവരോട് അല്പവും അക്രമം ചെയ്യപ്പെടുകയില്ല. സൂറത്തു നിസാഇ 124. അല്ലാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളെ ജയിച്ചെടുക്കാൻ ആരും ഉണ്ടാവുകയില്ല. അവൻ നിങ്ങളെ കൈവിടുകയാണെങ്കിലോ അവനല്ലാതെ നിങ്ങളെ സഹായിക്കാൻ ആരാണ് ഉണ്ടാവുക? സൂറത്തു ആലി ഇമ്രാൻ 160. ഇത് ഖുർആൻ ജനങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകുന്ന തെളിവുകളാണ്. ഇവരുടെ വിശ്വാസം കൈക്കൊള്ളുന്ന ജനതയ്ക്കു മാർഗദർശനവും കാരുണ്യവുമാകുന്നു. സൂറത്തിൽ ജാസിയ 20. അന്ത്യനാൾ വരിക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ മനുഷ്യരിൽ അധിക പേരും അതിൽ വിശ്വസിക്കുന്നില്ല. സൂറത്തിൽ മൂമിൻ 59. തീർച്ചയായും അവരത് അന്ത്യനാൾ വിദൂരമായി കാണുന്നു, നാം ആകട്ടെ അത് അടുത്തതായും കാണുന്നു. സൂറത്തിൽ മഹാരിജ് 6-7. അതുകൊണ്ട് ആടി കത്തുന്ന നരകത്തെ കുറിച്ച് ഞാനിതാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സൂറത്തുൽ ലൈൽ 14. മുസ്ലിം ഭരണകൂടങ്ങളുടെ ഈ നടപടികളെ കുറിച്ചുള്ള വാർത്ത ശരിയായാലും തെറ്റായാലും ഇപ്പോൾ ഇസ്ലാമിക മതചിഹ്നങ്ങളുടെ നിരാശം കൊണ്ട് ശ്രദ്ധേയമാകുന്നത് കാണുമ്പോൾ നമുക്കുള്ള ഭയം അവരെ കുറിച്ചല്ല, ഈ ലോകത്തിന്റെ പൊതുഗതിയെ കുറിച്ചാണ്. അല്ലാഹുവേ, നീ ഈ ദുനിയാവ് ചുരുട്ടിക്കൂട്ടുകയാണോ? ഈ ദുനിയാവാകുന്ന കട കൂട്ടുകയാണോ? പകരം 50,000 കൊല്ലത്തെ വിചാരണ നേരിടേണ്ട നിന്റെ കോടതിയിലേക്കുള്ള ശക്തികളുടെ പുറപ്പാടിന്റെ തുടക്കമാണോ ഇത്?